ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസൾട്ട് ആണ്. Let V be an inner product space and T be a self-adjoint linear operator on V. Then each characteristic value of T is real and characteristic vectors of T associated with distinct characteristic values are orthogonal. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ ആണ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വി ആണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എപ്പോഴും റിയൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് എന്തുകൂടെ പറയുന്നു? ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ഡിസ്റ്റിങ്ക്ട് eigen values അസോസിയേറ്റഡ് വിത്ത് ഡിസ്റ്റിങ്ക്ട് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഡിസ്റ്റിങ്ക്ട് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഓർത്തോഗണൽ ആണെന്നുമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു eigen വാല്യൂ സെൽഫ് അഡ്ജോയിന്റ് ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിലാണ് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ കൺസിഡർ എ സെൽഫ് അഡ്ജോയിന്റ് ലീനിയർ ഓപ്പറേറ്റർ ടി ഡിഫൈൻഡ് ഓൺ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വി ആൻഡ് ലെറ്റ് സി ബി എ eigen വാല്യൂ ഓർ characteristic value of t, then there exists a non-zero vector alpha such that t alpha is equal to c alpha. Now corresponding to this alpha, consider c times inner product alpha alpha, and this is equal to inner product c alpha alpha, and this is equal to c alpha is equal to t alpha, therefore t alpha alpha. ഈ അഡ്ജോയിന്റിന്റെ ഡെഫിനിഷൻ പ്രകാരം ഇതെന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ടി സ്റ്റാർ ആൽഫയാണ്. ആൻഡ് വി നോ ദാറ്റ് ഓക്കെ ഇവിടെ ടി എന്താണ്? സെൽഫ് അഡ്ജോയിന്റ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ ടി ആൽഫ, ആൻഡ് ഹിയർ this is equal to inner product alpha and t alpha is equal to c alpha, so c alpha. For second coordinate inner product second termൽ നിന്ന് c inner productന്റെ ഔട്ട്സൈഡിലോട്ട് എടുക്കുമ്പോൾ c കോൺജുഗേറ്റ് ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ആൽഫ എന്നാണ്. എന്താ കിട്ടിയിരിക്കുന്നത്? c ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ആൽഫ ഇസ് ഈക്വൽ ടു c കോൺജുഗേറ്റ് ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ആൽഫ എന്ന് വന്നു. ആൻഡ് ആൽഫ നോൺ സീറോ ആയതുകൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് എന്തായിരിക്കും? വിച്ച് ഇസ് ഓൾസോ നോൺ സീറോ. therefore we get c equal to c conjugate. അപ്പോൾ ഒരു സെൽഫ് അഡ്ജോയിന്റ് ലീനിയർ ഓപ്പറേറ്ററിന്റെ eigen വാല്യൂ c കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ eigen വാല്യൂ എപ്പോഴും റിയൽ ആയിരിക്കും. ഹിയർ c equal to c conjugate implies that c is real. ഇനി നമ്മൾക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? The eigen vectors corresponding to distinct eigen values are orthogonal. Now consider two eigen values c and d. So c and d eigen values or characteristic values of t ആയതുകൊണ്ട് there exist two non-zero vectors alpha and beta such that t alpha is equal to c alpha and t beta is equal to d beta. നമ്മൾക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? ഡിസ്റ്റിങ്ക്ട് eigen വാല്യൂസിന് കറസ്പോണ്ടിങ് eigen വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ ആൽഫയും ബീറ്റയും ഓർത്തോഗണൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് കൺസിഡർ സി ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു inner product c alpha beta, and here it is equal to c alpha is equal to t alpha, so t alpha beta, and this is equal to ഇനി അഡ്ജോയിന്റിന്റെ ഡെഫിനിഷൻ പ്രകാരം ഈ ഒരു ഇന്നർ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ടി സ്റ്റാർ ബീറ്റ എന്ന് എഴുതാം. ആൻഡ് ടി സെൽഫ് അഡ്ജോയിന്റ് ആയതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ടി ബീറ്റ, and t beta equal to d beta ആണ്. So this is inner product alpha d beta, and this is equal to d conjugate into inner product alpha beta. അപ്പോൾ ഇവിടെ നമ്മൾക്ക് സിയും ഡിയും നോട്ട് ഈക്വൽ ടേംസ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്താണ്? സി ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു ഡി കോൺജുഗേറ്റ് ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ implies that
ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു 0. ഇത് രണ്ടും നോട്ട് ഈക്വൽ സ്കേലേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ടേംസ് ഈക്വൽ ആണ് എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഈ ഒരു ഇന്നർ പ്രൊഡക്റ്റ് 0 ആയാൽ മാത്രമേ ഇത് ഈക്വൽ ആകത്തുള്ളൂ. എന്ത് കിട്ടി? ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസിന് കറസ്പോണ്ടിങ് ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വെക്ടേഴ്സ് കൺസിഡർ ചെയ്താൽ അത് എന്തായിരിക്കും? ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ഏഗൻ വെക്ടേഴ്സ് എപ്പോഴും ഓർത്തോഗണൽ ആയിരിക്കും. ഓക്കെ.